നമസ്കാരം. ഡോക്ടർ ചോദിക്കാം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. മനുഷ്യരുടെ ജീവൻ അപഹരിക്കുന്ന അത്യാഹിതങ്ങളിൽ മുൻനിരയിലാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതത്തിന്റെ സ്ഥാനം. എത്രയും പെട്ടെന്ന് അടിയന്തരമായ ചികിത്സ ലഭ്യമാക്കുകയാണ് സ്ട്രോക്കിൽ നിന്ന് പൂർണ്ണമായും രക്ഷപ്പെടാനുള്ള പ്രധാന മാർഗവും. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആയുർവേദ വിധി പ്രകാരം സ്ട്രോക്ക് അഥവാ പക്ഷാഘാതത്തിന്റെ ചികിത്സ, സ്ട്രോക്ക് തടയാനുള്ള മാർഗ്ഗങ്ങൾ ഇവയൊക്കെയാണ്. നമ്മളോടൊന്ന് വിശദമായി സംസാരിക്കുന്നത് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ഗ്രൂപ്പ് ഓഫ് ആയുർവേദിക് ഹോസ്പിറ്റൽസിലെ ചീഫ് ഫിസിഷ്യനായ ഡോക്ടർ റോസ്മേരി വിൽസനും അസിസ്റ്റന്റ് ചീഫ് ഫിസിഷ്യനായ ഡോക്ടർ മരിയ പത്രോസുമാണ്. രണ്ട് ഡോക്ടർമാർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ റോസ്മേരി വിൽസൺ, ഒരു 50 വയസ്സ് അല്ലെങ്കിൽ ഒരു 35 വയസ്സിനൊക്കെ ശേഷം സ്ട്രോക്ക് അഥവാ പക്ഷാഘാതത്തിൻ്റെ സാധ്യത ഇപ്പോൾ കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഡോക്ടർ, അതിന് പല കാരണങ്ങളും ഉണ്ടാവും. ആയുർവേദ വിധി പ്രകാരം സ്ട്രോക്കിനെ എങ്ങനെയാണ് നിർവചിക്കുക? പക്ഷാഘാതം അല്ലെങ്കിൽ ഹെമിപ്ലീജിയൊക്കെ ആയിട്ട് വരുന്ന വ്യക്തികളിൽ നിന്ന് വളരെയധികം പേരാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി കാലങ്ങൾക്ക് മുമ്പ് വളരെ റെയർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അത്രയും കൂടുതലായിട്ട് ഇതുപോലെയുള്ള സ്ട്രോക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്ന കേസസ് ആയുർവേദ ചികിത്സയിലേക്ക് എത്താറില്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അതൊരു മറ്റു രോഗങ്ങളെ പോലെ തന്നെ കാണുന്ന ഒരു അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ മസ്തിഷ്കാഘാതത്തെ തുടർന്ന്, സ്ട്രോക്കിനെ തുടർന്ന് ആ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ കട്ടായിട്ട് അതിൻ്റെ അതാത് ഭാഗങ്ങളിലേക്കുള്ള രക്തോട്ടം കട്ടാകുമ്പോൾ അവിടെയുള്ള സെല്ലുകൾക്ക് നാശം സംഭവിച്ച് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആ ശരീരഭാഗങ്ങളുടെ പ്രവർത്തനരഹിതമായി പോവുക, അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിൽ വീക്ക്നെസ് ഒക്കെ വരുന്ന ഒരവസ്ഥയാണ്. അപ്പം അതൊരു പ്രത്യേകമായിട്ടൊരു ഭാഗം മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിന് മാത്രമായിട്ടോ, ഇപ്പോൾ ഫേഷ്യൽ പാൾസി പോലെ മുഖത്തിന് തരിപ്പും മരവിപ്പും കാണുക, കണ്ണ് തുറക്കാൻ പറ്റാത്ത, ടോസ് പോലുള്ള തുറന്ന് തന്നെ ഇരിക്കുക, അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ, കൈകാലുകൾക്ക് തരിപ്പ് മരവിപ്പ്, അതുപോലെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന തലവേദന, ഭയങ്കര അതിശക്തമായിട്ടുള്ള തലവേദനയും തലയ്ക്ക് ഹെവിനെസ്, മരവിപ്പ് പോലുള്ള അവസ്ഥ വരിക, ഇതൊക്കെ ഒരു സ്ട്രോക്കിലേക്ക് നയിക്കുന്ന ലക്ഷണങ്ങളാണ്. പലപ്പോഴും ചിലപ്പോൾ ഒരു മൈൽഡ് ആയിട്ടുള്ള രീതിയിൽ സ്ട്രോക്ക് ഒന്ന് വന്ന് നമുക്കങ്ങനെ ചെറിയ രീതിയിൽ മാത്രം വന്ന് വീണ്ടും പെട്ടെന്ന് തന്നെ അത് റീഗെയിൻ ചെയ്ത് നോർമൽ അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥകളുണ്ട്. മൈൽഡ് സ്ട്രോക്കായിട്ട് വരുന്നത് തുടർച്ചയായിട്ടുള്ള ഉറക്കമൊളിപ്പ്, അതുപോലെ പ്രഷറിൽ വരുന്ന BP മെഡിസിൻസ് കഴിക്കുന്ന അവസ്ഥ. ഇന്നെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ പോലും ഇത്തരത്തിലുള്ള BP, ഹൈപ്പർ ടെൻഷൻ എന്ന രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ്. അതുപോലെ കൊളസ്ട്രോള്, ഷുഗർ തന്നെ ഏർലി സ്റ്റേജസിൽ വരിക, ഇതൊക്കെ ഒരു സ്ട്രോക്കിലേക്ക് നയിക്കുന്ന രോഗങ്ങളാണ്. ഈ രോഗങ്ങളുടെ അനുബന്ധ രോഗങ്ങളായിട്ട് സ്ട്രോക്ക് വരാവുന്നതാണ്. ഒരു പ്രമേഹ രോഗിയിൽ എപ്പോഴും ഇത്തരത്തിലുള്ള കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് അതെറോസ്ക്ലിറോസിസ് പോലുള്ള അവസ്ഥ വരിക, അതുപോലെ ത്രോംബോസിസ് വന്നിട്ട് അവിടേക്കുള്ള ബ്ലഡ് ഫ്ലോ കട്ടായി പോയിട്ട് അതിനോടനുബന്ധമായിട്ട് ഈ സ്ട്രോക്ക് വരാം. എന്നാൽ ഒരു ഹൃദ്രോഗിയിൽ പലപ്പോഴും ക്ലോട്ട് ഫോം ഹൃദയത്തിൽ ക്ലോട്ട് ഫോം ചെയ്യുന്ന അവസ്ഥ വന്നാൽ അത് ഈ സർക്കുലേഷനിലൂടെ ബ്രെയിനിൽ എന്നിട്ട് ആ ക്ലോട്ടിൻ്റെ കോസ് കൊണ്ട് അവിടെ ഒബ്സ്ട്രക്ഷൻ വന്ന് സെല്ലിന് നാശം സംഭവിക്കുക, അത് സ്ട്രോക്കിലേക്ക് നയിക്കുകയും എംബോളിസം മൂലം വരുന്ന ഒന്നാണ്. പിന്നെ ആണ് ഹെമറേജ് എന്ന് പറയുന്ന അവസ്ഥ. അത് ഈ രക്തക്കുഴലുകളിലെ സമ്മർദ്ദം കൂടുകയും ചില ഭാഗങ്ങൾ ഇങ്ങനെ ബൾജ് ചെയ്തു വന്ന് അവിടെ പൊട്ടുന്ന അവസ്ഥയുണ്ടാകും. ബ്രെയിനിലുള്ള ധമനികളിൽ അത്തരത്തിലുള്ള ഹെമറേജ് ഉണ്ടായാൽ അതും ഇതുപോലെയുള്ള സ്ട്രോക്കിന് കാരണമാകും. അപ്പം ഇതിനൊക്കെയുള്ള ഒരു പ്രൈമറി, ഏറ്റവും ഏർലിയസ്റ്റ് നമ്മൾ ആ സർക്കുലേഷനെ കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥയിൽ പെട്ടെന്ന് തന്നെ അത് റീഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം വന്ന സ്ട്രോക്ക് വന്നിട്ട് ഇത്തരത്തിലുള്ള സ്ട്രോക്കിനെ മരുന്നും ചികിത്സകളെയൊക്കെ കൊണ്ട് വളരെ കൃത്യമായിട്ട് പൂർവാവസ്ഥയിലേക്ക് വരാനായിട്ട് സാധിക്കുന്നതായിട്ട് കാണാം. എന്നാൽ വീണ്ടും ഇത്തരത്തിലുള്ളവർക്ക് സ്ട്രോക്ക് വരാനുള്ള ചാൻസസ് എപ്പോഴും കൂടുതലാണ്. അപ്പം നമ്മൾ അതിനോടനുബന്ധമായിട്ട് ഏത് രോഗാവസ്ഥയോടനുബന്ധമായിട്ടാണ് ഇത് വന്നത്, അതിനെ കറക്റ്റ് ചെയ്യാനും അതിനെ നോർമൽ അവസ്ഥയിൽ കൊണ്ടുവരാനും ആരോഗ്യപരമായിട്ട് ജീവിക്കാനും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മുടെ ബ്രെയിനിലെന്ന് പറഞ്ഞാൽ 4 പോർഷൻസ് ആയിട്ട് പറഞ്ഞാൽ റൈറ്റ് ഹെമിസ്ഫിയറും ലെഫ്റ്റ് ഹെമിസ്ഫിയർ, സെറിബെല്ലം, ബ്രെയിൻ സ്റ്റെം. ഇതിങ്ങനെ ഓരോ പാർട്ടിനെ ആശ്രയിച്ചും സ്ട്രോക്ക് വരുമ്പോൾ നമ്മുടെ ശരീരഭാഗങ്ങളിലുണ്ടാകുന്ന
ലക്ഷണങ്ങളും തളർച്ചയുടെ അതിനെ കണക്ട് ചെയ്യുന്ന ഭാഗങ്ങളും വ്യത്യസ്തങ്ങളാണ്. ഇപ്പം ലെഫ്റ്റ് ഹെമിസ്ഫിയറിലാണ് ഇടതുഭാഗത്താണ് ഈ സ്ട്രോക്കിന്റെ ക്ലോട്ട് എംബോളിസം ഒക്കെ മൂലം സ്ട്രോക്ക് വരുന്നതെങ്കിൽ റൈറ്റ് സൈഡഡ് ആയിട്ടായിരിക്കും നമുക്ക് കൂടുതൽ ബലക്ഷയവും ഇത്തരത്തിലെ തരിപ്പും മരവിപ്പും ബലഹീനതയും നടക്കാൻ പറ്റാത്ത അവസ്ഥ, ചിലപ്പോൾ ആ കൈ ഇങ്ങനെ ഉയർത്തിയാൽ തന്നെ താഴേക്ക് വീഴുന്ന ഒരവസ്ഥ, പിന്നെ മൂവ്മെന്റ്സിനായാലും കൂടുതൽ നടക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ വരുന്നതായിട്ട് കാണും. പിന്നെ വലതുഭാഗത്താണ് സ്ട്രോക്ക് വരുന്നതെങ്കിൽ അതിന് ഇടതുഭാഗത്തായിരിക്കും കൂടുതൽ എഫക്റ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള ഈ ബലക്ഷയവും നടക്കാനുള്ള ബുദ്ധിമുട്ടും തരിപ്പും മരവിപ്പും ഒക്കെ വരിക. സെറിബെല്ലത്തിൽ ആ പോർഷനിലായിട്ട് ഇതുപോലെയുള്ള സ്ട്രോക്കിനുള്ള കോസ് ഉണ്ടായാൽ നമ്മുടെ ശരീര ബാലൻസിങ്ങിനെ അത് പ്രത്യേകമായിട്ട് ബാധിക്കും. നമ്മുടെ പെട്ടെന്ന് തന്നെ മറിഞ്ഞു വീഴുന്ന ഒരവസ്ഥ ഉണ്ടാവുക. പിന്നെ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത് അവിടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ഭാഗം കൂടിയാണ്. അപ്പം ആ ഭാഗത്ത് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ക്ലോട്ടഡ് ആയിട്ടൊക്കെ വന്നാൽ പൂർണ്ണമായിട്ടുള്ള തളർച്ചയ്ക്ക് കാരണമാകാം, പാർഷ്യലായിട്ടുള്ള തളർച്ചയ്ക്കും കാരണമാകാം. നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെയും അതുപോലെ ശ്വാസകോശങ്ങളുടെ മൂവ്മെന്റ്സിനെയും മറ്റ് സംസാരിക്കാനുള്ളത് മറ്റു മൂവ്മെന്റ്സ് ഇങ്ങനെ എല്ലാ രീതിയിലും കണക്ട് ചെയ്ത് നിൽക്കുന്ന പാർട്ടാണ്. അപ്പം അവിടെ ഉണ്ടാകുന്നത് ഏറ്റവും അസാധ്യമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയിലേക്ക് പോകുന്ന ഇതാണ് ബ്രെയിൻ സ്റ്റെമ്മിൽ വരുന്ന ഇത്തരത്തിലുള്ള സ്ട്രോക്ക് എന്ന് വേണം മനസ്സിലാക്കാൻ. ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് സ്ട്രോക്കിനെ അതിജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്ട്രോക്ക് ഏത് ഭാഗത്താണ്, തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണ് വന്നത് എന്നതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതത്തെ, ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്ന തരത്തിൽ, ചിന്താശേഷിയെ, സംസാരശക്തിയെ, ചലനശേഷിയെ ഒക്കെ ബാധിക്കുന്ന തരത്തിൽ ഈ അസുഖം ബാധിച്ചേക്കാം. ഡോക്ടർ, ഇപ്പോൾ ആയുർവേദ വിധി പ്രകാരം എത്തരത്തിലാണ് സ്ട്രോക്കിനെ അതിജീവിക്കുന്ന ഒരു വ്യക്തിക്ക് നൽകുന്ന ചികിത്സ? ഏർലിയസ്റ്റ് അവരൊരു അലോപ്പതിക് മെഡിക്കേഷനിൽ പോകും. തീർച്ചയായിട്ടും ആ സർക്കുലേഷനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള രീതിയിലുള്ള ചികിത്സകളും ഔഷധങ്ങളും ഒക്കെ അവർ എടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെയധികം ഇമ്പ്രൂവ്മെന്റ് അതിന് വരും. അല്ലെങ്കിൽ അവിടെ ത്രോംബസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക, എംബോളിസം വന്നതിനേക്ക് മാറ്റുകയൊക്കെ ചെയ്യുമ്പോൾ സർക്കുലേഷൻ കറക്റ്റ് ചെയ്യുമ്പോൾ വളരെയധികം ചേഞ്ചസ് വരും. എന്നാൽ അതിനെ പൂർണ്ണ അവസ്ഥയിലേക്ക് പലപ്പോഴും ഒരു സ്ട്രോക്ക് പേഷ്യൻ്റ് എത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ആയുർവേദികമായിട്ടുള്ള ചികിത്സ കൊണ്ട് ഇതിന് വളരെയധികം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന രീതിയിൽ തന്നെ വളരെയധികം ചേഞ്ചസ് വരുത്താനും അതിൻ്റെ ആ ചികിത്സ നമ്മൾ എടുക്കുന്ന ടൈമിനനുസരിച്ചിരിക്കും അതിൻ്റെ മാറാനുള്ള അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പം നസ്യം പോലുള്ള ചികിത്സകൾ, ഇപ്പം പാൽപ്പുക, നസ്യം, അതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള കാർബോസസ്റ്റേ തൈലം വെച്ചിട്ടുള്ള നസ്യം, ധൂമപാനം, അല്ലെങ്കിൽ ശിരസിൽ തളം വയ്ക്കുന്ന പ്രയോഗം, അതിൽ തളത്തിനായിട്ട് ഈ കാർബോസസ്റ്റേ മുരിങ്ങയിലയുടെ നീരും രാസാദിപ്പൊടിയൊക്കെ ചേർത്ത് തളം വയ്ക്കുക. അപ്പോൾ ആ സർക്കുലേഷനെ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ നെർവ്സിലേക്കുള്ള സപ്ലൈനെ ഇമ്പ്രൂവ് ചെയ്യിക്കാനും ഒക്കെ ഇത്തരത്തിലുള്ള ചികിത്സകൾ സഹായിക്കും. എല്ലാ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളിലേക്ക് പോകേണ്ട, പൊടിക്കിഴി, ഇലക്കിഴി, അതുപോലെ പിഴിച്ചിൽ, വസ്തുപ്രയോഗങ്ങൾ, ഇത്തരത്തിലുള്ള ചികിത്സകളിലേക്ക് 2-3 ആഴ്ചക്കാലമൊക്കെ എടുക്കും ഇത്തരത്തിലുള്ള ചികിത്സകളിലേക്ക് വരണമെങ്കിൽ. അപ്പം അത്തരത്തിലുള്ള കിഴി പ്രയോഗം കൊണ്ടും തൈലങ്ങളിട്ടുള്ള അഭ്യംഗം, അതുപോലെ ശിരസിൽ ചെയ്യുന്ന ശിരോവസ്തി പോലുള്ള തളം ശിരോവസ്തി പോലുള്ള ചികിത്സകൾ, ഇതുകൊണ്ടൊക്കെ അത്തരത്തിലുള്ള ഒരു സ്ട്രോക്ക് പേഷ്യൻറ്റിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ നടത്തത്തിന് ഇമ്പ്രൂവ് ചെയ്യാനും കൈകാലുകൾക്ക് ശക്തി കിട്ടാനും. ബെഡ് റിഡനായിട്ട് വരുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ വാക്കറൊക്കെ ഉപയോഗിച്ച് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് വരിക. ഇങ്ങനെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സാ സൗകര്യം ആയുർവേദത്തിൽ ഇത്തരത്തിലുള്ള സ്ട്രോക്ക് പേഷ്യൻസിൽ ഉണ്ട്. ഒരു 4 മന്ത്സിനിടയ്ക്കായിരിക്കും മാക്സിമം ചേഞ്ചസ് ഇതിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 4 മാസത്തിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ചികിത്സകളിലേക്ക് വരിക. പലപ്പോഴും നമുക്കറിയാം, ഒരു സ്ട്രോക്ക് ഒക്കെ വന്നില്ലെങ്കിൽ ഹെമിപ്ലീജിയ പോലുള്ള അവസ്ഥയിലേക്ക് വന്നവരൊരു പ്രത്യേക ഗേറ്റിലൂടെ എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ തൂക്കിയിട്ട് നടക്കുക, കാലിങ്ങനെ എറിഞ്ഞ് നടക്കുക തുടങ്ങിയിട്ടുള്ള ഒരു പ്രത്യേക ഗേറ്റിലൂടെ അവർ മൂവ് ചെയ്യുന്നതായിട്ടൊക്കെ സാധിക്കുക.
കാണാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ അവർ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ചികിത്സയിലേക്ക് വരിക. ഇപ്പം ധനനയനാദി കഷായം, അഷ്ടവർഗം കഷായം, ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന വിതാരിയാദി കഷായം, അല്ലെങ്കിൽ സൂപ്പ്. ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് പോകുന്ന വ്യക്തികളിൽ സൂപ്പ് വെച്ച് കഴിക്കാനായിട്ട് നമുക്ക് കൊടുക്കുക. പാട്ടുംകാല് സൂപ്പ്, ഒരു കാല് കഴുകി തകര കൊത്തി നുറുക്കി ഇഞ്ചിയും കറി സൂപ്പ് പോലെയായിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ മരുന്നുകൾ, ഇപ്പോൾ കുറുന്തോട്ടിയും ചുക്കും കരിങ്കുറിഞ്ഞിയും 3 സാധനം മാത്രം ഇട്ടാൽ മതി. കുറേശ്ശെ ഇട്ടിട്ട് മരുന്ന് സൂപ്പായിട്ട് ഉണ്ടാക്കി ഉപയോഗിക്കുക. അപ്പോൾ അതൊരു കാല് വെച്ചാൽ ഇന്നും നാളെയും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ. അതൊക്കെ അവരുടെ ശക്തി ഉണ്ടാക്കാനും മസിലുകൾക്കും നെർവിനെയൊക്കെ ബലപ്പെടുത്താനും ഈ ചികിത്സയ്ക്ക് ശേഷം അവർക്ക് കൂടുതൽ നെർവിന് ബലം കിട്ടാനും നടക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. മരിയ, ഇപ്പൊ നമുക്കറിയാം ആയുർവേദ വിധി പ്രകാരം ചികിത്സയിൽ ആഹാരവിഹാരങ്ങൾക്കും പഥ്യങ്ങൾക്കും ഒക്കെ വളരെ പ്രധാനമുണ്ട്. സ്ട്രോക്ക് അതിജീവിച്ച ഒരാളുടെ ചികിത്സയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ആഹാരവിഹാരങ്ങൾ? ഇപ്പോഴത്തെ നമ്മുടെ ആഹാരവിഹാരങ്ങളെല്ലാം തന്നെ BP കൂട്ടുന്ന രീതിയിലും കൊളസ്ട്രോൾ കൂട്ടുന്ന രീതിയിലും, അത് ചെറുപ്പം തൊട്ട് മുതിർന്നവരായാൽ പോലും അങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് ഇപ്പോൾ ധാരാളമായി കഴിക്കുന്നത് തന്നെ. അപ്പം നമ്മൾ ഈ സമയത്ത് നമ്മൾ വാദം വർദ്ധിക്കുന്ന അല്ലെങ്കിൽ വാദം കോപിക്കുന്ന രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ മാക്സിമം തന്നെ ഒഴിവാക്കുക. വിരുദ്ധാഹാരങ്ങൾ ഇതുപോലെ നിരന്തരമായി കഴിക്കുന്നതൊക്കെ തന്നെ പൂർണ്ണമായും ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിനെ നിയന്ത്രണം കൊണ്ടുവരിക. അതുപോലെ തന്നെ നമ്മൾ രാത്രി ഉറക്കം ഉളയ്ക്കുന്നത്, നമ്മൾ മാനസിക സമ്മർദ്ദം മൂലവും ചിലപ്പോൾ ഇതുപോലെ തന്നെ ഉറക്കം കുറയാനൊക്കെയുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണെങ്കിൽ രാത്രി സമയത്ത് അതിനെക്കുറിച്ച് ആലോചിക്കാതെയോ അതിനെക്കുറിച്ച് ഡിസ്കസ് ഒക്കെ ചെയ്യാതെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ കുടുംബക്കാരായിട്ട് സംസാരിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് രാത്രി കിടന്നുറങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ പകൽ ഉറങ്ങുന്നതും ഇതുപോലെ വേണ്ടാന്ന് വെക്കുക. അതുപോലെ നമുക്ക് ഭക്ഷണത്തിൽ ധാരാളമായിട്ട് പച്ചക്കറികൾ, ഇലക്കറികൾ ഇതൊക്കെ ധാരാളമായിട്ട് തന്നെ ഉൾപ്പെടുത്താം. അതുപോലെ നമുക്ക് ചാള, അതുപോലെ അല്ലെങ്കിൽ മത്തി അല്ലെങ്കിൽ അയല, അതിലൊക്കെ ധാരാളം omega-3 ഫാറ്റി ആസിഡ്സ് ധാരാളം ഉള്ളതാണ്. അത് നമ്മുടെ ബ്രെയിൻ ഹെൽത്ത് കൂട്ടാനും ശരീരപുഷ്ടിക്കും അതിലൊക്കെ ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ബെറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോബെറി, ബ്ലൂബെറി അതുപോലെയൊക്കെ ഉള്ളതിലൊക്കെ ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഇലക്കറികളിൽ തന്നെ അതിൽ ധാരാളം ഫൈബേഴ്സ്, അതുപോലെ തന്നെ പൊട്ടാഷ്യവും ആന്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അതുപോലെ നമ്മൾ മൈദ അങ്ങനെ അല്ലെങ്കിൽ മൈദ കൊണ്ടുണ്ടാക്കുന്ന വൈറ്റ് ബ്രെഡ്, അതിന് പകരമായിട്ട് ഹോൾ ഗ്രെയിൻസ്, അതായത് തവിട് കളയാത്ത ഗോതമ്പ്, അങ്ങനെയുള്ള ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന ബ്രെഡ്, അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ അതുപോലെ പയറുവർഗ്ഗങ്ങൾ, അതെല്ലാം ഇതുപോലെ തന്നെ ഫൈബേഴ്സ്, ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ളതും ഒക്കെ ആയതുകൊണ്ട് തന്നെ ശരീരത്തിനാണെങ്കിലും ബ്രെയിൻ ഹെൽത്തിനൊക്കെ ആണെങ്കിലും ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് തക്കാളി, അതൊരു നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. പിന്നെ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മദ്യപാനം, പുകവലി അങ്ങനെയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ, ഇത് വന്നവരും അല്ലാത്തവരാണെങ്കിൽ തന്നെ മാക്സിമം പൂർണ്ണമായും തന്നെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പുകവലിക്കുമ്പോൾ തന്നെ അതിന് നമ്മുടെ രക്തക്കുഴലിന്റെ ഉള്ളിലെ ആ ലൈനിങ്ങിന് കട്ടി വരാനും അതുവഴിയായിട്ട് നമ്മുടെ രക്തപ്രവാഹം അത് ഹാർട്ടിലേക്ക് അല്ലെങ്കിൽ ഹൃദയത്തിലേക്കും ബ്രെയിനിലേക്കൊക്കെ എത്താതിരിക്കും, തടസ്സം വരാനൊക്കെ ആയിട്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ അതുവഴിയായിട്ട് ഇതുപോലെ സ്ട്രോക്ക്, അത് കഴിഞ്ഞ് പക്ഷാഘാതം പോലെയുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് അത് വഴിതെളിക്കും. അപ്പൊ അതുകൊണ്ട് മാക്സിമം മദ്യപാനവും പുകവലിയൊക്കെ മാക്സിമം തന്നെ ഒഴിവാക്കുക. ഡോക്ടർ റോസ്മേരി വിൽസൺ, നമുക്കറിയാം ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ അമിത രക്തസമ്മർദ്ദമുള്ള ആളുകൾക്ക് സ്ട്രോക്കിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രക്തസമ്മർദ്ദം കുറയ്ക്കാൻ അല്ലെങ്കിൽ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ എങ്ങനെയാണ് ഡോക്ടറെ ആയുർവേദത്തിൽ എന്താണ് പറയുക? ഇതിപ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഷുഗറും BP, കൊളസ്ട്രോൾ ഇതൊക്കെ കണക്റ്റഡ് ആയിട്ട് വളരെയധികം ചെറുപ്പക്കാരിൽ വരെ ഇന്ന് കാണപ്പെടുന്ന ഒന്നാണ്. അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് പ്രധാനമായിട്ടുള്ള അതിനുള്ള കാരണം. ഇപ്പം രാത്രി വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ രാത്രി വർക്ക് ചെയ്തില്ലെങ്കിൽ തന്നെ ഈ സിസ്റ്റത്തിൽ കൂടുതൽ നേരം ഇരിക്കുക, ഫോൺ ടൈമിംഗ് ഒക്കെ കൂടുതലായിട്ട് ഒത്തിരി ലേറ്റ് നൈറ്റ് ആയിട്ട് ഉറങ്ങുക, ഇതൊക്കെ നമ്മുടെ ഒരു സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒന്നാണ്. നമ്മുടെ ഡൈജഷനെയും അതുപോലെ തന്നെ നമ്മുടെ ബോഡി സിസ്റ്റത്തിനെ വളരെയധികം ബാധിക്കുന്ന ഒന്നാണ്. അത് നമ്മുടെ സ്ട്രെസ് കൂട്ടാനും തലവേദന പോലുള്ള രോഗാവസ്ഥകളിലേക്ക് മാറാനും ഒക്കെ സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇന്നത്തെ ഭക്ഷണ കാര്യങ്ങൾ ഇപ്പം നമ്മൾ നോക്കിയാൽ ഹെൽത്തി ഫുഡായിട്ട് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇപ്പോൾ ബർഗർ പോലെയുള്ള സാധനങ്ങൾ, അതിൽ വെക്കുന്ന ചീസും അതുപോലെ മയണൈസ് പോലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ
അതിന് പറ്റിയിട്ടുള്ള എക്സസൈസുകൾ ഇന്നത്തെ ചെറുപ്പക്കാരിൽ അതിന് കണ്ട ദേഹാധ്വാനം വരാത്തൊരവസ്ഥയിലേക്ക് വരുന്നതുകൊണ്ട് പലപ്പോഴും കൊളസ്ട്രോൾ. ഡോക്ടർ നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മുകേഷ് ആണ്. മുകേഷ്, സ്വാഗതം. ഡോക്ടറുടെ സംസാരിച്ചോളൂ. ഡോക്ടർ, ഈ സ്ട്രോക്ക് നമുക്ക് വരുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ? ഇതിന്റെ ലക്ഷണം എന്താണ്? നമുക്ക് ഇത് ഇങ്ങനെ സ്ട്രോക്കിന്റെ ഇതാണെന്നുള്ളത് അറിയാൻ കഴിയുമോ നേരത്തെ? അതെന്ന് പറഞ്ഞൊരു പെട്ടെന്ന് തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യണ കാര്യം എന്ന് പറഞ്ഞാൽ ചിലർക്ക് തലയ്ക്ക് ഭയങ്കരമായിട്ട് ഹെവിനെസ്സും നല്ല തലപ്പെരുപ്പും തലവേദന കൂടുതലായിട്ട് വരിക, അല്ലെങ്കിൽ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു ഭാഗത്തേക്ക് ഇപ്പൊ നമ്മുടെ കൈക്ക് തരിപ്പ് മരയിപ്പ് വരിക, അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ തരിപ്പ് മരയിപ്പ് വരിക. ചിലർക്ക് ഉറക്കത്തിൽ തന്നെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് ഞെട്ടി എഴുന്നേൽക്കുന്ന ഒരവസ്ഥ. അപ്പൊ മറ്റു കാരണങ്ങളൊന്നുമില്ലാതെ ഇത് പെട്ടെന്ന് വരുന്ന അവസ്ഥയിൽ നമുക്കത് മോണിറ്റർ ചെയ്താൽ ഒരു BP ചേഞ്ച് ഉണ്ടോയെന്നാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് വരുന്ന വ്യക്തിയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ ഒരു 4 to 5 മിനിറ്റ്സ് കട്ട് ഓഫ് ആയാൽ തന്നെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ആ സർക്കുലേറ്ററി ചേഞ്ചസ് ഒരുമിച്ച് അവിടേക്ക് പുഷ് ഔട്ട് ചെയ്യാനായിട്ട്, അവിടേക്ക് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് ഒരു നാച്ചുറൽ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ അത് വർക്ക് ചെയ്യും അവിടെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് തലയ്ക്ക് ഭയങ്കര ഹെവിനെസ്സും തലവേദനയും സാധാരണഗതിയിൽ അനുഭവപ്പെടാം. ഇപ്പോൾ കുറേ ഉറക്കമൊളിച്ച ആളോ അല്ലെങ്കിൽ സ്ഥിരം മൈഗ്രെയിൻ ഹെഡേക്ക് ഒക്കെ വരുന്നവരിൽ അങ്ങനെ വരണമെന്നില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഷുഗർ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർ വെൽ കൺട്രോൾഡ് അല്ലാതെ പോകുന്ന അവസ്ഥയിൽ നമ്മളൊരു കാർഡിയക് ഇഷ്യൂ വരുന്നത് പോലെ തന്നെ സർക്കുലേഷനിൽ കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് ബ്ലോക്ക് വന്ന് പെട്ടെന്ന് അങ്ങനത്തെ ഒരു സ്ട്രോക്കിന്റെ അവസ്ഥയിലേക്കൊക്കെ പോകാം. അതിൽ പ്രധാനമായിട്ട് ലക്ഷണം ഇങ്ങനെ തന്നെയാണ് കാണുക. ഇപ്പോൾ തരിപ്പ് മരയിപ്പ് അല്ലെങ്കിൽ ഒരു ഭാഗത്തിന് പെട്ടെന്നൊരു സ്വാധീനക്കുറവ് വരിക, അതൊക്കെ ഒരു സ്ട്രോക്ക് അടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന ഒരു ലക്ഷണമാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മളൊരു ഡോക്ടറുടെ മെഡിക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ പെട്ടെന്ന് ആ സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാനും അതിനോടനുബന്ധമായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാനും ഒക്കെ അത് സഹായിക്കും. വ്യക്തമാണ്. മുകേഷ് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്കറിയാം സ്ട്രോക്കിനെ സംബന്ധിച്ചിടത്തോളം ചികിത്സ എത്രയും പെട്ടെന്ന്, ഗോൾഡൻ അവർ എന്ന് പറയും, ആ ഒരു മണിക്കൂറുകൾക്കുള്ളിൽ എത്രയും പെട്ടെന്നുള്ള ചികിത്സ, കൃത്യമായ ചികിത്സ ലഭ്യമാക്കുക. അപ്പോൾ സ്ട്രോക്ക് ആണെന്ന് തിരിച്ചറിയാൻ തന്നെ ചിലപ്പോൾ ആളുകൾ വൈകുന്നുണ്ടാവും. സ്ട്രോക്കിന്റെ ലക്ഷണമാണോ എന്നറിയാതെ ഏതെങ്കിലും തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിലെത്തും. അവിടെ നിന്ന് സ്ട്രോക്ക് ചികിത്സിക്കാൻ റെഡിയായ മറ്റൊരു ആശുപത്രിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് എത്തുമ്പോഴേക്കും 2, 3, 4, 5 മണിക്കൂറുകളൊക്കെ നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ ഡോക്ടറെ, ഈ സ്ട്രോക്കിന്റെ ചികിത്സ, സ്ട്രോക്ക് ആണെന്ന് തിരിച്ചറിയുകയും ചികിത്സ കൃത്യമായി സ്ട്രോക്ക് ചികിത്സിക്കാൻ റെഡിയായിട്ടുള്ള ആശുപത്രിയിൽ എത്തുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. സ്ട്രോക്ക് പേഷ്യന്റിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ നമ്മൾ ഏറ്റവും വേഗത്തിൽ തന്നെ ചികിത്സ കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടു ചെല്ലുക എന്നുള്ളതാണ് ആ പേഷ്യന്റിനെ സേവ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയാം. പലപ്പോഴും അവർ കൊണ്ടുപോകാനായിട്ട് ആളില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ കുറച്ച് 1-2 മണിക്കൂർ സമയം, രാത്രിയൊക്കെ സ്ട്രോക്ക് വരുന്ന വ്യക്തികളുണ്ട് പെട്ടെന്ന് ഉറക്കത്തിൽ. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് നേരം വെളുത്തിട്ട് പോകാമെന്ന് വിചാരിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ആ പാരാലിസിസ് സ്റ്റേജിലേക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ട്. ഒരു 24 hours വരുമ്പോൾ അങ്ങനെ പാരാലിസിസ് പൂർണ്ണമായിട്ടൊക്കെ വരുന്ന അവസ്ഥയിലേക്ക് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എയർലിസ്റ്റ് നമ്മൾ അങ്ങനെ കൊണ്ടുപോവുക. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ആ പേഷ്യൻറ്റിനെ ഒരു പൂർണ്ണ റിക്കവറിയിലേക്ക് കൊണ്ടുവരാനായിട്ട്, ഒരുവിധം ഒരു 90 to 95% റിക്കവറിയിലേക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടു ചെന്നാൽ. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏത് പാർട്ടിനെ ലൊക്കേറ്റ് ചെയ്ത്, ഇപ്പോൾ ബ്രെയിൻ സ്റ്റെമ്മിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തേക്കണേന്ന് വെച്ചാൽ കംപ്ലീറ്റ് പാരാലിസിസോ അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കുന്ന ഒന്നാണ്. അതിൻ്റെ ചികിത്സയ്ക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമുക്കറിയാം സ്ട്രോക്കിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങൾ അമിത രക്തസമ്മർദ്ദവും അമിത കൊളസ്ട്രോളിൻ്റെ അളവും ഷുഗർ ലെവൽ കൂടുന്നതും ഒക്കെയാണെന്ന്. ഡോക്ടർ, എത്തരത്തിലാണ് നമ്മളൊരു കൃത്യമായ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതശൈലിയും ഭക്ഷണ ക്രമീകരണവും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇതെല്ലാം ഈ പറയുന്ന രക്തക്കുഴലില് കൊഴുപ്പടങ്ങാനും ഇതുപോലെ രക്തപ്രവാഹത്തിന് തടസ്സം ഉണ്ടാവാനും ഇതുവഴിയായിട്ട് സ്ട്രോക്ക് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, അതുവഴിയായിട്ട് പക്ഷാഘാതം പോലെയുള്ള ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ വഴി നയിക്കും. അപ്പൊ അതുകൊണ്ട് മധുരങ്ങള്, കൊഴുപ്പടങ്ങിയിട്ടുള്ള ആഹാരങ്ങള്, ഇതൊക്കെ തന്നെ മാക്സിമത്തിൽ ഒരു നിയന്ത്രണത്തിൽ എത്തിക്കുക എന്തായാലും. അതുപോലെ തന്നെ ഉറക്കവും ഇതുപോലെ തന്നെ ഒരു മെയിൻ കാര്യമാണ്. നമ്മൾ ഉറക്കം ഉളയ്ക്കുന്നത്, സ്ട്രെസ് കൂടുന്നതൊക്കെ ഇതുപോലെ തന്നെ BP ഷൂട്ട് ചെയ്യാനും അത് BP കൂടാനും ഒക്കെ ആയിട്ട് അതിനൊരു കാരണമാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉറക്കം, ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ വ്യായാമം എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക്
ഇതുപോലെ കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കാനും അതുപോലെ തന്നെ BP ലെവലും പ്രമേഹമുള്ളവർക്കാണെങ്കിൽ പ്രമേഹത്തിന്റെ ഇതൊക്കെ നിയന്ത്രണമാക്കാനൊക്കെ ആയിട്ട് വ്യായാമം വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പം അതുകൊണ്ട് ഈ ചിട്ടയായ ആഹാരക്രമങ്ങളും വ്യായാമങ്ങളും എല്ലാം തന്നെ BP ലെവൽ കുറയ്ക്കാനും അതുവഴിയായിട്ട് സ്ട്രോക്കിലേക്കൊക്കെ പോവാതിരിക്കാനും ഒക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. വ്യക്തമാണ്. ഡോക്ടർ റോസ്മേരി മാം, ഇപ്പം നമുക്കറിയാം വളരെ ആരോഗ്യമുണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് സ്ട്രോക്ക് പോലെയുള്ള ഒരു ആക്സിഡൻറ്റ് വരികയും പിന്നീട് അവരുടെ ചലനശേഷിയും അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെയും ഒക്കെ വല്ലാതെ ബാധിക്കുന്ന തരത്തിലായിരിക്കും സ്ട്രോക്കിന് ശേഷം ഉണ്ടാകുന്ന ഒരു ജീവിതം. അപ്പോൾ അവർക്ക് അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാനസികമായ പിന്തുണയാണ്. എത്രത്തോളമാണ് മാനസികമായ ഒരു പിന്തുണയ്ക്ക് പ്രാധാന്യം? തീർച്ചയായിട്ടും അതിന് വളരെയധികം പ്രസക്തിയുണ്ട്. ഇപ്പൊ നമ്മൾ കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സിനോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരോടും ഒക്കെ വേണ്ട രീതിയിൽ ഇപ്പൊ ഇവിടുന്ന് ഹോസ്പിറ്റലായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഏറ്റവും കെയർ കൊടുത്ത് അവരെ നടത്തുന്ന അവസ്ഥയിലേക്കും ഒക്കെ നമ്മൾ ദിവസവും 2 നേരമൊക്കെ കുറച്ചു നേരം മൂവ്മെന്റ്സ് അങ്ങനെ എല്ലാം കൊടുത്തുകൊണ്ടാണ് അത് കണ്ടിന്യൂ ചെയ്യാനും അവരെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാനും അവരുടെ മാനസികമായിട്ടുള്ള ആ വിഷമത്തെ തീർക്കാനായിട്ട് എപ്പോഴും ഒരു സപ്പോർട്ടീവായിട്ട് മൂവ്മെന്റ്സിന് കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ നടക്കാനും ഒക്കെ സഹായിക്കുക. അത് കണ്ടിന്യൂ ചെയ്യുന്നതോടുകൂടി അത് ഇമ്പ്രൂവ് ചെയ്ത് വരും. അപ്പോൾ ഒരു മാനസിക ബലം കൊടുക്കത്തക്ക രീതിയിൽ ഉള്ള സപ്പോർട്ട് വീട്ടിൽ നിന്നും ഉണ്ടാകേണ്ടതാണ്. കാർഡിയാക് ഇഷ്യൂസായിട്ട് റിലേറ്റഡ് ആണ് ചെറുപ്പക്കാരിൽ വരുന്ന സ്ട്രോക്കിലും കാരണമായിട്ട് വരുന്നത്. അതുപോലെ BP ചേഞ്ചസ്, ഇതിനൊക്കെ സ്ട്രെസ് മാനേജ്മെന്റിന് വളരെയധികം പ്രസക്തിയുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ തിരക്കേറിയ ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ രാത്രിയും പകലും ജോലി ചെയ്യുന്ന വ്യക്തികൾ, റെസ്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഒട്ടും നോക്കാതെ നടക്കുന്ന വ്യക്തികൾ ഒരു 4 to 5 days ഒക്കെ ഇതിൽ നിന്ന് മാറി നിന്ന് ഇത്തരത്തിലുള്ള സ്ട്രെസ് മാനേജ്മെന്റോ അല്ലെ ശിരോധാര, ശിരോവസ്തി അല്ലെങ്കിൽ ദേഹത്ത് ചെയ്യുന്ന മസാജസ്, ദശമൂല ക്ഷീരത, മെഡിക്കേറ്റഡ് ആയിട്ടുള്ള മിൽക്ക് കൊണ്ടുള്ള ധാരയാണ്. അത് നമുക്ക് കൂളൻ്റ് ആയിട്ടുള്ളതും അതുപോലെ നമ്മുടെ സ്ട്രെസ്സിനെ തീർക്കുന്നതും ഉറക്കത്തെ തരുന്നതും. ഇങ്ങനെ കുറച്ച് ദിവസം നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തെ വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള സ്ട്രെസ് പോലുള്ള രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഒരു പരിധിവരെ സാധിക്കും. ഈ കർക്കിടക മാസകാലത്ത് ചികിത്സയുടെ പ്രസക്തി തന്നെ അതാണ്. ഇപ്പൊ നമ്മൾ പണ്ട് കാലത്ത് 7 days 2 weeks 21 days എന്നൊക്കെ പറഞ്ഞാണ് ഈ ചികിത്സക്കായിട്ട് വരിക. എന്നാൽ ഇന്ന് ഒരു 5 day പാക്കേജുകളും പലപ്പോഴും പല ഹോസ്പിറ്റലുകളും നൽകുന്നത് അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ്. പലർക്കും അവരുടെ ജോലികളിൽ നിന്നൊക്കെ കുറേ ദിവസം മാറി നിൽക്കാൻ സാധിക്കാത്തവർക്ക് ഒരു 5 days ആയാലും ഇത്തരത്തിലുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള ക്ലെൻസിങ്ങിനും റെസ്റ്റിനും അതുപോലെ അവരുടെ ബ്രെയിനിന്റെ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇത്തരം ചികിത്സകൾ ചെയ്യുന്നത് വളരെയധികം വർത്തായിരിക്കും. അവരുടെ ആരോഗ്യപരമായിട്ടും ഭാവി ജീവിതത്തിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടിരിക്കാനും അത് സഹായിക്കുകയും ചെയ്യും. ഡോക്ടർ വളരെയധികം നന്ദി, വളരെ വിശദമായി നമ്മളോട് സംസാരിച്ചു. നമസ്കാരം.